സ്തുതിക്കുന്നു. തുടർന്നുള്ള നിമിഷങ്ങളിൽ കർത്താവിൻ്റെ തിരുവചനത്തിൻ്റെ മുൻപാകെ ഞങ്ങളായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ ഞങ്ങളോട് സംസാരിക്കുകയും കർത്താവിൻ്റെ വചനത്തിൻ്റെ അത്ഭുത കാര്യങ്ങളെ കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കുകയും ചെയ്യണം. തിരുവചനത്തിലുള്ളതെന്തെന്ന് അടിയങ്ങൾക്ക് വെളിപ്പെടുത്തി തരണം. ഇല്ലാത്തതൊന്നും കർത്താവെ അതുള്ളതായി ഞങ്ങൾ കണക്കാക്കുവാനിടയാകാതെ വചനം എന്തു പറയുന്നോ അത് ഞങ്ങൾക്ക് അനുസരിപ്പാനും മനസ്സിലാക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക നിറവും നടത്തിപ്പും അടിയങ്ങൾക്കുണ്ടാകേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ പ്രിയ പിതാവേ, ആമേൻ. ഈ ദിവസങ്ങളിലായിട്ട് ഗലാത്യ ലേഖനത്തിൽ നിന്ന് തുടർച്ചയായിട്ട് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുവല്ലോ. ഗലാത്യ ലേഖനം അപ്പോസ്തലനാകുന്ന പൗലോസ് ഗലാത്യയിലുള്ള വിശുദ്ധന്മാർക്ക് എഴുതിയ ലേഖനം, അതിൻ്റെ 3-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ളതാകുന്ന വേദഭാഗം പ്രാരംഭമായിട്ട് ഒരാൾക്ക് വായിക്കാം. ഗലേഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സസ് 1 to 5. ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായ നിങ്ങളുടെ കണ്ണിന് മുൻപിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത മൈക്യത ഞാൻ ഇതൊന്നും മാത്രം നിങ്ങളോട് വിധിപ്പാനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ. നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരോ, ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ട് സമാപിക്കുന്നത്. ഇത്രയെല്ലാം വെറുതെ അനുഭവിച്ചുവോ? വെറുതെ എത്രയെന്ന് വരികിൽ. എന്നാൽ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവൃത്തികളെ ചെയ്യുന്നത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗത്താലോ അങ്ങനെ ചെയ്യുന്നത് മതിയാകും. ഈ ദിവസങ്ങളിലായിട്ട് ഈ തിരുവചന ഭാഗത്ത് നിന്ന് ചിന്തിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. 1-2 അധ്യായങ്ങളിൽ പൗലോസ് തൻ്റെ സുവിശേഷത്തിൻ്റെ ഉറവിടത്തെക്കുറിച്ചും അതിൻ്റെ അന്തസ്സത്തെ എന്തെന്നും തൻ്റെ ജീവിതത്തിൽ ആ സുവിശേഷം വരുത്തിയ മാറ്റത്തെക്കുറിച്ചും ആ സുവിശേഷത്തിനു വേണ്ടി അതിനെ സന്ധി ചെയ്യുന്ന ഒന്നിനും ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുക്കാതെ വിശുദ്ധന്മാർക്കൊരിക്കലായി ഭരമേൽപ്പിക്കപ്പെട്ടതാകുന്ന അതിവിശുദ്ധ വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും തുടർന്ന് പ്രായോഗികമായിട്ട് സുവിശേഷത്തിൻ്റെ സത്യം അനുസരിച്ച് നടക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും സുവിശേഷത്തിൻ്റെ കാതലാകുന്ന ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്ന ആ ഏറ്റവും പ്രാധാന്യമുള്ള വിഷയം നമ്മുടെ ജീവിതത്തിലും കർത്താവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ട അനുഭവത്തിൽ സുവിശേഷം നാം ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും പൗലോസ് പറഞ്ഞു. ഈ 3-ാം അധ്യായത്തിലേക്ക് വിശേഷിച്ച് 3-4 അധ്യായങ്ങളിൽ പ്രധാനമായിട്ട് പൗലോസ് ഗലാത്യയിലുള്ള വിശുദ്ധന്മാരോടുള്ളതാകുന്ന വ്യക്തിപരമാകുന്ന വിഷയത്തിൽ, അല്ലെങ്കിൽ ഈ സുവിശേഷം അവരുടെ കേൾക്കെ അപ്പോസ്തലന്മാര് പ്രസംഗിക്കുകയും ഇതെന്താണെന്ന് അവരോട് അറിയിക്കുകയും ആ സുവിശേഷത്തിൽ വിശ്വസിച്ച് അവർ ദൈവമക്കളായി തീരുകയും ചെയ്തു എങ്കിൽ തന്നെയും ചില ദുരുപദേഷ്ടാക്കന്മാരുടെ ദുഷിച്ച സ്വാധീനത്തിന് അവരടിമപ്പെട്ട് ഈ സുവിശേഷത്തിന്റെ സത്യത്തിന് അവരവിശ്വസ്തരായി തീർന്നതിനെ കുറിച്ചാണ് ഈ 3-ാമത്തെ അധ്യായത്തിൽ പ്രാരംഭ വാക്യങ്ങളിൽ പൗലോസ് ശ്ലീഹ അവരോട് പറയുവാനായി താല്പര്യപ്പെടുന്നത്. അങ്ങനെ പറയുമ്പോൾ അവരെ സംബോധന ചെയ്യുവാൻ ഉപയോഗിക്കുന്ന പദപ്രയോഗം വളരെ ശ്രദ്ധേയമാണ്. 2 പ്രാവശ്യം അവരെ ഈ 5 വാക്യങ്ങളിൽ ബുദ്ധിയില്ലാത്തവരെ, ഓ ഫൂളിഷ് ഗലേഷ്യൻസ് എന്ന് അഭിസംബോധന ചെയ്യുന്നു. ജെ.ബി. ഫിലിപ്സ് എന്ന് പറയുന്ന ഒരു കർത്താവിന്റെ ദാസന്റെ സ്വതന്ത്രമാകുന്ന ഒരു പരിഭാഷയുണ്ട്. അതിനകത്തെ പരിഭാഷ വളരെ രസകരമാണ്. അതിങ്ങനെയാണ്: ഓ ഡിയർ ഇഡിയറ്റ്സ് ഓഫ് ഗലേഷ്യ. പിന്നെ താഴോട്ട് പറയുന്നു, യു ക്യാൻ ബി സോ ഇഡിയോട്ടിക്. ബുദ്ധിയില്ലാത്ത ഗലാത്യരെ. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് ഇവരെ ബുദ്ധിയില്ലാത്തവർ എന്ന് പരിശുദ്ധാത്മാവിനാൽ നിയോഗിക്കപ്പെട്ട, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രചോദനവും
പ്രകാശനവുമുള്ള അപ്പോസ്തലൻ ഈ ഭാഷയിൽ അവരെ അഭിസംബോധന ചെയ്യുന്നത്. അതിന് ഒരു കാരണമുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണമെന്നുള്ളത്, ഇവര് വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുമ്പോൾ, ഒന്നാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ക്രിസ്തുവിനെ വിട്ടുപോകുന്നു എന്നുള്ളത് മാത്രമല്ല, പിന്നെയോ അതേറ്റവും ഭോഷത്വമാകുന്ന ഒരു കാര്യമാണ്, ഏറ്റവും മഠയത്തരമാണ്. അത് വളരെ ഭോഷത്വമായിട്ട് പൗലോസ് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അവരോട് പറയുക, എന്താ സംഭവിച്ചത്? ആരെങ്കിലും നിങ്ങളെ ക്ഷുദ്രം ചെയ്തു മയക്കിയോ? ഇത്രയധികം ബുദ്ധിഹീനരായി ഭോഷരായി നിങ്ങൾ തീരാൻ തക്കവണ്ണം എന്ത് സംഭവിച്ചു? ഇവിടെ who bewitched you എന്ന് ചോദിക്കുമ്പോൾ ആ പ്രത്യേക പദപ്രയോഗം ഒരു സിംഗുലർ ടേമാണ്. ഹു എന്ന പദം, ആർ, നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാർ. ഒരു പക്ഷേ പൗലോസ് അവിടെ ഉദ്ദേശിക്കുന്നത് സകല ദുരുപദേഷ്ടാക്കന്മാരുടെയും സകല ദുരുപദേശങ്ങളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്ന ദുഷ്ടനാകുന്ന പിശാചിനെ ആയിരിക്കാം ഒരു പക്ഷേ പൗലോസ് അവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവ് പിശാചിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അവൻ ഭോഷ്ക് പറയുന്നവനും അവന്റെ അപ്പനുമാണ്. അങ്ങനെയെങ്കിൽ ഭോഷ്ക് അത് വെളുത്ത കള്ളമാകട്ടെ, അത് പകുതി കള്ളമാകട്ടെ, അത് ഉപായത്തിലുള്ള കള്ളമാകട്ടെ, ഇതെല്ലാം വരുന്നത് ഒരു സോഴ്സിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കണം. 1000 പേര് കൂടിയപ്പം 10,000 കൂടിയെന്ന് പറയുന്നതും, 5 പേര് കൈപൊക്കിയപ്പം 100 കണക്കിന് പേര് രക്ഷിക്കപ്പെട്ടെന്ന് ദൈവനാമത്തിന്റെ പുകഴ്ചയ്ക്കായി പറയുന്ന കള്ളവും എല്ലാം വരുന്ന ഉറവിടം പിശാചിൽ നിന്നാണ്. അതുകൊണ്ട് വ്യാജങ്ങൾ അതെന്താണെങ്കിലും ദുഷിച്ച ഉപദേശങ്ങൾ, വചനത്തിന് നിരക്കാത്ത സകലതും വരുന്നത് പിശാചിൽ നിന്നാണ്, സംശയിക്കേണ്ട. പൗലോസ് അതിശയിക്കുകയാണ്, നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാണ്. ദൈവത്തിന്റെ വചനം നമ്മൾ പരിശോധിച്ചാൽ കൊരിന്ത്യരുടെ 2-ാം ലേഖനം 4-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. നോക്കുക, അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കിയിരിക്കുക പിശാച്. എന്നാൽ സുവിശേഷത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത് ഒത്തിരി കാലം അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കാൻ പിശാചിന് കഴിയത്തില്ലെന്നാണ്. ഒരു വാക്യം വായിക്കാം, ഞാൻ പെട്ടെന്ന് വാക്യങ്ങൾ വായിച്ച് മുൻപോട്ട് പോകാം. അപ്പോസ്തല പ്രവൃത്തി 26:18. Acts of the Apostles, chapter 26 and verse 18. 26:18. നോക്കുക, അപ്പൊ സുവിശേഷം പ്രസംഗിക്കപ്പെടുമ്പോ ഇവരുടെ മനസ്സ് കുരുടാക്കിയിരിക്കുന്നെങ്കിലും സുവിശേഷം പ്രസംഗിക്കപ്പെടുമ്പോ എന്ത് സംഭവിക്കുന്നു? അവരുടെ കണ്ണ് തുറക്കുന്നു. പിന്നെ ഇരുളിൽ നിന്ന് അവരെങ്ങോട്ടാകുന്നു? വെളിച്ചത്തിലേക്കാകുന്നു. ആകട്ടെ, സാത്താന്റെ അധികാരത്തിൽ നിന്നും ദൈവത്തിങ്കലേക്ക് തിരിയുന്നു. അപ്പൊ അവിശ്വാസികളുടെ കണ്ണ് പിശാച് കുരുടാക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. എന്നാൽ സുവിശേഷത്തിന്റെ സത്യം കേട്ട് കഴിയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അവരുടെ കണ്ണു തുറക്കും. അന്ധകാരത്തിൽ നിന്ന് അവർ പ്രകാശത്തിലേക്ക് വരും. പിശാചിന്റെ അധികാരത്തിൽ നിന്ന് അവർ ദൈവത്തിങ്കലേക്ക് തിരിയും. ഇതാണ് സുവിശേഷം ചെയ്യുന്നത്. എന്നാൽ സുവിശേഷത്താൽ
ഈ സ്വാതന്ത്ര്യം ലഭിച്ച ഗലാത്യയിലുള്ള വിശുദ്ധന്മാർക്ക് പിന്നീടുള്ള പൈശാചിക തന്ത്രത്തെ മനസ്സിലാക്കുവാൻ കഴിയാതെ പോയി. ഇതാ ഇന്നും സംഭവിക്കുന്നത്. അവിശ്വാസികളായിരുന്നപ്പോ അതിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിച്ചു. പക്ഷെ ഇപ്പൊ പ്രശ്നം അതല്ല, അതിനേക്കാളും വലിയ അബദ്ധത്തിലേക്കാണ് വിശ്വാസികൾ പലരും പൊക്കോണ്ടിരിക്കുന്നത്. ഇത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മൾ ആ വിഷയം ഞാൻ അധികം വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ആ ടെക്സ്റ്റിലേക്ക് ഞാൻ മടങ്ങി വരാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, പൗലോസ് ഇവരെ 2 പ്രാവശ്യം ബുദ്ധിയില്ലാത്തവർ എന്ന് വിളിക്കുന്നു. ബുദ്ധിയില്ലായ്മ എന്നുള്ളത് വേദപുസ്തകം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതൊന്ന് വ്യക്തമാക്കേണ്ട കാര്യമുണ്ട്. കാരണം പിശാച് ഭയങ്കര തന്ത്രശാലിയാണ്. ഈ തന്ത്രശാലിയാകുന്ന പിശാച് ചില കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ വചനം പോലെ ആവർത്തിച്ചുള്ളതാകുന്ന ഉപയോഗത്താൽ വചനത്തിന്റെ ഭാഗമാണെന്ന് ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് വചനം എന്തു പറയുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ബുദ്ധിയില്ലായ്മ ഒരിക്കലും വേദപുസ്തകം പ്രോത്സാഹിപ്പിക്കുന്നില്ല. പഴയ നിയമവും പുതിയ നിയമവും ബുദ്ധിഹീനതയെ തർജ്ജനം ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. സംശയങ്ങൾ ഹൃദയത്തിൽ ഇപ്പൊ വരുന്നുണ്ടെന്ന് എനിക്കറിയാം. ആ ഭാഗത്തേക്കൊക്കെ ഞാൻ വരാൻ പോവുകയാണ്. യഹോവ ഭക്തിയുള്ളവർക്ക് എന്തോ ഉണ്ടെന്നാ വായിക്കുന്നേ? നല്ല ബുദ്ധി ഉണ്ടെന്നാ. കുരുട്ടുബുദ്ധിയല്ല. ഈ ബുദ്ധി എന്ന് പറഞ്ഞാൽ കർത്താവ് പറഞ്ഞു, ബുദ്ധിയുള്ള മനുഷ്യനും ബുദ്ധികെട്ട മനുഷ്യനും ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്നാ? കമോൺ. ഒരു മനുഷ്യനെ കർത്താവ് മൂഢ എന്ന് വിളിച്ചു. പക്ഷെ ലോകത്തിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ചാൽ അവൻ മൂഢനാന്നോ? അല്ല. കാരണം അവന്റെ കൃഷിയിടം നന്നായിട്ട് വിളഞ്ഞപ്പം ഉടനെ അവൻ എന്താ ചെയ്തേ? ചെറിയൊരു പണ്ടികശാല ഉണ്ടായിരുന്നു, അതെന്തോ ആക്കി വലുതാക്കി അതെല്ലാം കൊണ്ടുവന്ന് അതിനകത്ത് വെച്ചു. എന്നിട്ട് തന്നോട് തന്നെ എന്നോ പറഞ്ഞു, ഇവൻ ആരാ? ബുദ്ധികെട്ടവനാണോ? അല്ല. എന്നാ കർത്താവ് അവനെ എന്താ വിളിക്കുന്നേ? മൂഢ. എന്തുകൊണ്ട് അവനെ മൂഢ എന്ന് വിളിക്കുന്നേ? അവനെ മൂഢ എന്ന് വിളിക്കുന്നതിന്റെ കാരണം ദൈവവിഷയമായി സമ്പന്നനാകാതെ സ്വാർത്ഥമായി തനിക്ക് തന്നെ കാര്യങ്ങൾ ചെയ്തു കൂട്ടാം എന്ന് ചിന്തിക്കുന്നവനെ വേദപുസ്തകം വിളിക്കുന്ന പേര് മൂഢ. അങ്ങനെയെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ബുദ്ധിയുള്ളവൻ. കാരണം അവനറിയാം ഈ ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുമെന്നും ഈ കാണുന്നത് താൽക്കാലികമാണെന്നും നിത്യത വലുതാണെന്നും ആകയാൽ ഈ ലോകത്തിൽ ഇപ്പോൾ ജീവിക്കുമ്പോൾ നിത്യതയ്ക്കു വേണ്ടി ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന സകല കാര്യങ്ങളും നിത്യതയുടെ വെളിച്ചത്തിൽ കണ്ട് നിത്യതയുടെ വെളിച്ചത്തിൽ ജീവിക്കുന്നവന് വേദപുസ്തകം വിളിക്കുന്ന പേരാണ് ബുദ്ധിയുള്ളവൻ. അപ്പൊ ബുദ്ധി എന്നുള്ളത് ദൈവീക പ്രമാണത്തിനോ ദൈവവചനത്തിനോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോ എതിരല്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനും ദൈവവചനത്തിനും ദൈവ പ്രമാണത്തിനും കൂടെയാണ് ബുദ്ധി. തെളിയിക്കാം. ഞാൻ അങ്ങനെ പറഞ്ഞാൽ
ശരിയാകില്ലല്ലോ. വചനം വായിച്ച് ആ കാര്യം തെളിയിക്കേണ്ടതായിട്ടുണ്ട്. ബുദ്ധി എന്നുള്ളത് ആത്മാവിന്റെ ഒപ്പം പോകുന്നതാ, ആത്മാവിനെതിരായി പോകുന്നതല്ല. ഞാനതാ മുമ്പേ പറഞ്ഞത്, പ്രയോഗത്താൽ നമ്മുടെ ഇടയിൽ ചില തെറ്റായ ധാരണകൾ വന്നിട്ടുണ്ട്. അത് ബുദ്ധിയുടെ പ്രമാണമാണ്, ഇത് ആത്മാവിന്റെ ഇത് പറയുന്നത് കേട്ടാ തോന്നും ആത്മാവും ബുദ്ധിയും രണ്ടും രണ്ട് തലത്തിലാണ് നിൽക്കുന്നതല്ല. ഞാൻ തെളിയിക്കാം. വേദപുസ്തകത്തിലെ വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? മത്തായിയുടെ സുവിശേഷം 7:24 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യങ്ങളാ. ബുദ്ധിയുള്ളവനാരാ? നോക്കി, ആരാ ബുദ്ധിയുള്ളവൻ? കർത്താവിന്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ ആരാ? ബുദ്ധിയുള്ള മനുഷ്യനോട് സദൃശനാകും. പ്രിയമുള്ളവരെ, കർത്താവ് ബുദ്ധിഹീനതയെ തർജ്ജനം ചെയ്യുന്നത് ആവർത്തിച്ച് പുസ്തകം എഴുതിയിട്ടുണ്ട്. വാക്യം വായിക്കാം, ഞാൻ അധികം വിശദീകരിക്കേണ്ട ആവശ്യമില്ല, അതിൽ തന്നെ അത് വളരെ വ്യക്തമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 24-ാം വാക്യം ഒന്ന് വായിച്ചേ. അതിന്റെ ശേഷം 45-ാം വാക്യവും വായിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 24-ന്റെ 24-ന്റെ 45. യെസ് യെസ്. കർത്താവ് എന്താ ചോദിക്കുന്നത്? അയ്യോ ബുദ്ധിഹീനരെ. എന്തുകൊണ്ട് അവരെ ബുദ്ധിഹീനരെന്ന് വിളിച്ച്? വായിച്ചേ അടുത്ത വാക്യം. പുസ്തകം പറഞ്ഞിരിക്കുന്നത് വിശ്വസിക്കാത്തത് കൊണ്ട് അവരെ എന്ത് ചെയ്തു? മന്ദബുദ്ധികളെ. മതിയാവും മച്ചി. അപ്പൊ പുസ്തകം വിശ്വസിക്കാത്തവനെ ദൈവാത്മാവ് വിളിക്കുന്ന പേരെന്തുവാ? അത് പറയാൻ ഇച്ചിരി വിഷമമുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ പുസ്തകം അങ്ങനെയാ പഠിപ്പിക്കുന്നത്. പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് സകലവും ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ ഉൾക്കൊള്ളാനും വിശ്വസിക്കാനും അനുസരിപ്പാനും അത് നിരന്തരം പഠിപ്പാനും രാപ്പകൽ അതിൽ സന്തോഷിപ്പാനും കഴിയാത്തവരെ പുസ്തകം വിളിക്കുന്ന പേര് ബുദ്ധിഹീനർ. അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തെന്നറിയാമോ? അവരുടെ ബുദ്ധിഹീനതയിൽ നിന്ന് അവരെ രക്ഷിപ്പാൻ ആഗ്രഹിച്ചു. 45-ാം വാക്യം വായിച്ചേ. ശ്രദ്ധിച്ചേ, തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവർ എന്തോ ചെയ്തു? ബുദ്ധിയെ തുറന്നു. അപ്പൊ ബുദ്ധി ആത്മാവിന്റെ പ്രമാണത്തിനെതിരല്ല, നേരെ മറിച്ച് ആത്മാവിന്റെ പ്രമാണത്തിനൊപ്പം നിൽക്കുന്നതാ ബുദ്ധിയുടെ പ്രമാണം. സംശയമുണ്ടെന്ന് എനിക്കറിയാം, വ്യക്തമാക്കാം. ബുദ്ധിയുടെ പ്രമാണത്തിന് വിരോധമായിട്ടുള്ള പ്രമാണം ഏതാണെന്ന് ആർക്കെങ്കിലും അറിയാം? ബുദ്ധിയുടെ പ്രമാണത്തിന് ഓപ്പോസിറ്റ് ഉള്ള പ്രമാണം ഏതാ? വായിച്ചിട്ടില്ലേ? വായിക്കാം. റോമാലേഖനം 7-ാം അധ്യായം അതിന് 23 മുതലുള്ള വാക്യങ്ങൾ വായിച്ചേ. നോക്കുക, അപ്പൊ ബുദ്ധിയുടെ പ്രമാണത്തിന് വിരോധമായിട്ടുള്ള പ്രമാണം ഏതാ? പാപപ്രമാണം. അപ്പൊ മനസ്സിൽ ഒരു വാക്യം ഓർമ്മ വരും, ഞാൻ ബുദ്ധി കൊണ്ടും പാടും ആത്മാവ് കൊണ്ടും പാടും. അപ്പൊ അവിടെ രണ്ടും രണ്ട് ഭാഗത്തല്ലയോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ആ ഭാഗം ആദ്യം മുതൽ താഴോട്ട് വായിച്ചു നോക്കിയാൽ മനസ്സിലാകും അങ്ങനെയല്ല. അവിടെ ബുദ്ധി കൊണ്ട് പാടും എന്ന് പറഞ്ഞ പൗലോസ് എന്നാ പറയുന്നേ? കേൾക്കുന്നവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ബുദ്ധിയുടെ ചില വാക്കുകൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബുദ്ധിയെ ഒരിക്കലും അവിടെ നെഗറ്റീവ് ലൈറ്റിലല്ല പറഞ്ഞിരിക്കുന്നത്. സംശയം വല്ലതും ഉണ്ടോ? ആകട്ടെ, വാക്യങ്ങള് ഞാൻ തരാം. എനിക്കറിയാം നിങ്ങളുടെ മനസ്സിൽ ഇപ്പം അല്പം ചില ആശയക്കുഴപ്പങ്ങളുണ്ട്, അതുകൊണ്ട് വീണ്ടും വാക്യങ്ങൾ തരാം, മുൻപോട്ട് പോകാം. പിന്നെ
കർത്താവ് ബുദ്ധിയുള്ളവരെന്ന് വിളിച്ചേക്കുന്ന ആരെയാണെന്നറിയാം? സുവിശേഷങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് ലേഖനങ്ങളിലേക്ക് വരാം. ബുദ്ധിയുള്ളവരെന്ന് വിളിച്ചേക്കുന്നത് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്നവരെ എന്താ വിളിച്ചേക്കുന്നേ? ബുദ്ധിയുള്ളവർ. അങ്ങനെയല്ലേ? മറ്റവരെ എന്താ വിളിച്ചേക്കുന്നേ? ബുദ്ധിഹീനരെന്ന് വിളിച്ചേക്കുന്നു. അപ്പൊ ഞാനതാ മുമ്പേ പറഞ്ഞത്, ബുദ്ധി എന്നൊക്കെ പറയുമ്പം നമ്മുടെ കുരുട്ടുബുദ്ധിയുടെ കാര്യമല്ല ഞാൻ പറയുന്നേ. ദൈവവചനപ്രകാരമുള്ള ദൈവഭക്തിയെ കുറിച്ചാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ബുദ്ധിയുള്ളവർ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 25 അധ്യായം അതിന്റെ 2 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ. ഇനിയും ചില വാക്യങ്ങളൂടെ പെട്ടെന്ന് വായിക്കാം. റോമർ 16:19, റോമൻ 16:19. യെസ്. നോക്കുക, നിങ്ങൾ നന്മയ്ക്ക് എന്തായിരിക്കണം? വൈസ് ആൻഡ് ഗുഡ് തിങ്സ്. നന്മയ്ക്ക് നിങ്ങൾ ജ്ഞാനികൾ, ബുദ്ധിയുള്ളവരായിരിക്കണം നന്മയ്ക്ക്. ആകട്ടെ, അടുത്ത വാക്യം 1 കൊരിന്ത്യർ 14:20. നമ്മുടെ ടെക്സ്റ്റിലേക്ക് ഞാൻ വന്നില്ല, അതുകൊണ്ട് പെട്ടെന്ന് മുൻപോട്ട് പോകാം. 1 കൊരിന്ത്യർ. നോക്കിക്കേ, പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളെ കുറിച്ച് പറയുന്ന ആ അധ്യായത്തിൽ പറയുകയാണ്, നിങ്ങൾ എന്താകരുത്. അപ്പൊ ആത്മാവിനെതിരല്ല ബുദ്ധി, ആത്മാവിന് കൂടെയാ ബുദ്ധി. ബുദ്ധിയിൽ നിങ്ങൾ എന്താകരുത്? കുഞ്ഞുങ്ങളാകരുത്, ശിശുക്കളാകരുത്. തിന്മയ്ക്ക് നിങ്ങൾ എന്താകണം? ശിശുക്കളായിരിക്കണം. എഫേസ്യർ 5:15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. എഫേസ്യർ 5:15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. നോക്കുക, സൂക്ഷ്മതയോടെ നടക്കണം. അജ്ഞാനികളായിട്ടല്ല, ജ്ഞാനികളായിട്ട് നടക്കണം. ക്രിസ്തീയ ജീവിതം, വിശുദ്ധ ജീവിതം പ്രാധാന്യത്തോടെടുക്കുന്ന ഒരു വ്യക്തിയെ ദൈവവചനം വിളിച്ചിരിക്കുന്നത് ജ്ഞാനികൾ. പ്രാധാന്യമുള്ള ഏത് കാര്യവും ചെയ്യാനും സൂക്ഷ്മത ആവശ്യം അല്ലേ? ഞാനിവിടെ സ്ക്രിബിള് ചെയ്യുന്ന ഒരു പേപ്പറുണ്ട്, ഇങ്ങനെ സ്ക്രിബിള് ചെയ്യുന്നേ. എന്നാൽ ഇതുപോലെയല്ല ഞാൻ ചെക്ക് എഴുതുന്നത്. കാരണം ദാറ്റ് വിൽ കോസ്റ്റ് മീ സംതിങ്, ദിസ് മേ നോട്ട് കോസ്റ്റ് മീ സോ മച്ച്. അപ്പൊ എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഞാൻ എന്ത് ചെയ്യും? സൂക്ഷ്മതയോടെ ചെയ്യും. അങ്ങനെയെങ്കിൽ ക്രിസ്തീയ ജീവിതം, ആത്മീക ജീവിതം ഇമ്പോർട്ടന്റ് ആണ്, പ്രാധാന്യമുള്ളതാണ് എന്ന് കരുതുന്നവരെ ദൈവവചനം വിളിക്കുന്നത് എന്താണെന്നറിയാമോ? ജ്ഞാനികൾ. അടുത്ത വാക്യം. ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് തിരിച്ചറിയുവീൻ. പലർക്കും കർത്താവിന്റെ ഇഷ്ടം എന്നാന്ന് അറിയത്തില്ല. അവരെ വേദപുസ്തകം വിളിക്കുന്നവരെ ബുദ്ധിഹീനർ. എന്നാൽ കർത്താവിന്റെ ഇഷ്ടം അറിയേണ്ടതിന് മനസ്സു പുതുക്കി രൂപാന്തരപ്പെടുമ്പോൾ ആ രൂപാന്തരപ്പെട്ട മനസ്സിൽ ദൈവം തന്റെ ഹിതം എഴുതും. അവരെ വിളിക്കുന്ന പേരാണ് ബുദ്ധിയുള്ളവർ. അവരെ വിളിക്കുന്ന മറ്റൊരു പേരാ ബുദ്ധിയുള്ള ആരാധനക്കാർ. റോമർ 12:1-2. നമുക്ക് വായിക്കണ്ട, നമുക്കറിയാമല്ലോ ആ വേദഭാഗം. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം, ബുദ്ധിഹീനത ഒരിക്കലും വേദപുസ്തകം പ്രോത്സാഹിപ്പിക്കുന്നില്ല. നേരെ മറിച്ച് ബുദ്ധിയുള്ളവരായിരിക്കണമെന്ന് ആ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. കൊലോസ്യർ 4:5. ജ്ഞാനത്തോടെ പെരുമാറുവിൻ. സമയത്തിന്റെ വില അറിയുന്നവരെ ദൈവത്തിന്റെ വചനം വിളിക്കുന്നത് എന്താണെന്നറിയാമോ? ജ്ഞാനികൾ, ബുദ്ധിയുള്ളവർ. ഇന്നത്തെ ഈ സമയം ഇന്നേ ഉള്ളൂ, നാളെ ഇത് കിട്ടത്തില്ല. കർത്താവിന്റെ രാജ്യത്തിനു വേണ്ടി, വരവിനു വേണ്ടി ഒരുങ്ങാൻ, ചിലവായി പോകുവാൻ, കർത്താവിന് വേണ്ടി നിലനിൽക്കാൻ എനിക്ക് ഇന്നേ ഉള്ളൂ, ഈ നിമിഷമേ ഉള്ളൂ എന്ന് തിരിച്ചറിയുന്നവരെ ദൈവത്തിന്റെ വചനം വിളിക്കുന്നത് എന്തുവാ? ബുദ്ധിയുള്ളവർ. ഗലാത്യയിലുള്ളവരെ ബുദ്ധിഹീനരെന്ന് വിളിച്ചു.
ഇനി ആ വേദഭാഗം തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. അവിടെ അതിന്റെ 2-ാമത്തെ വാക്യം നമ്മൾ ശ്രദ്ധിച്ചാൽ, വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരോ, എന്നിട്ട് തുടർന്ന് ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടോ സമാപിക്കുന്നത്. അപ്പം ബുദ്ധിഹീനരെയാണ് ജഡീകരെന്ന് വിളിച്ചേക്കുന്നത്, ജഡം കൊണ്ട് സമാപിക്കുന്നവരെന്ന് വിളിച്ചേക്കുന്നത്. ആത്മാവ് കൊണ്ട് തുടങ്ങി ആത്മാവിൽ തുടർന്ന് ആത്മാവിൽ പൂർത്തീകരിക്കുന്നതാണ് കൃപയുടെ ക്രിസ്തീയ ജീവിതം. അങ്ങനെയുള്ളവരെ വിളിച്ചേക്കുന്നത് ബുദ്ധിയുള്ളവർ. അപ്പൊ ആത്മാവും ബുദ്ധിയും 2 ഭാഗത്തല്ല, ആത്മാവും ബുദ്ധിയും ഒരു ഭാഗത്താ. ഇത്രയൊക്കെ വേദപുസ്തകം സാധാരണ മോശ പോലും പറഞ്ഞേക്കുന്നത് 2 സാക്ഷികളുടെ വാമൊഴിയാൽ ഏത് കാര്യം ഉറപ്പാക്കാം. ഞാനിപ്പോ എത്ര സാക്ഷികളെ ഹാജരാക്കിയെന്നറിയാമോ? കുറഞ്ഞത് 6 സാക്ഷികളെ ഇപ്പൊ ഹാജരാക്കി. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഇനിയും സാക്ഷികളെ ഹാജരാക്കണമെങ്കിൽ അതിന് ഞാൻ തയ്യാറാണ്. പക്ഷെങ്കിൽ ലെറ്റ് മീ മേക്ക് ഇറ്റ് വെരി ക്ലിയർ, ബുദ്ധിയും ആത്മാവും 2 ഭാഗത്തല്ല, ബുദ്ധിയും ആത്മാവും ഒരു ഭാഗത്താണ്. അതുകൊണ്ടാണ് നിങ്ങൾ ജഡം കൊണ്ട് സമാപിക്കുന്നുവോ, നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരോ എന്ന് ചോദിക്കുന്നതിന്റെ കാരണം. ആകട്ടെ, ഇവിടെ പൗലോസ് ഇവരെ ഇങ്ങനെ ബുദ്ധി കെട്ടവർ എന്ന് വിളിക്കാനായി താല്പര്യപ്പെടുമ്പോൾ അവരോട് പറയുകയാണ്, നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാണ്. അപ്പൊ ഒരു വേള വേണമെങ്കിൽ അവർക്ക് പറയാം, ആരാണ്ട് വന്ന് ഞങ്ങളെ ക്ഷുദ്രം ചെയ്തങ്ങ് മയക്കി. എന്തോ ചെയ്യാനാ? somebody cast a spell on us. ബാക്ക് പൈപ്പറിന്റെ സ്റ്റോറി കേട്ടിട്ടുണ്ടോ? ബാക്ക് പൈപ്പർ അറിയാം, നമ്മള് സ്റ്റോറി ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതുപോലെ somebody cast a spell on them. ആരോ ഇവരെ ഒരു മാസ്മരിക വലയത്തിലാക്കിയതുപോലെയായി. അപ്പൊ അങ്ങനെയാകുമ്പോൾ അതിന്റെ കുറ്റം അവരെ എന്നോ പറയാനാ? കാരണം ആരാണ്ട് വന്ന് ക്ഷുദ്രം ചെയ്തതല്ലേ, അവരതിനകത്ത് അങ്ങ് പെട്ടുപോയതല്ലേ. ഇപ്പൊ എന്തോ ചെയ്യാനാ? പക്ഷെങ്കിൽ ഇവിടെ ദൈവത്തിന്റെ വചനം നമ്മൾ വായിച്ചാൽ പൗലോസ് അതിനൊരു എക്സ്ക്യൂസും കൊടുക്കുന്നില്ല. എന്തുകൊണ്ട് എക്സ്ക്യൂസ് കൊടുക്കുന്നില്ല? ഇവരെ ക്ഷുദ്രം ചെയ്തു മയക്കിയോ എന്ന് ചോദിച്ചിട്ട്, അതുകൊണ്ടാകട്ടെ കുഴപ്പമില്ല, നിങ്ങളെ ക്ഷുദ്ര പ്രയോഗത്തിൽ നിന്ന് ഞാൻ വിടുവിക്കാമെന്ന് പറഞ്ഞ് ഒരു പ്രത്യേക വിടുതൽ ശുശ്രൂഷ നടത്തുകയല്ലായിരുന്നു ചെയ്തത്. നേരെ മറിച്ച് അതിന് കാരണം നിങ്ങളാണെന്നും നിങ്ങൾ മടങ്ങി വരണമെന്നും അവരോട് പറയുന്നു. എന്താണ്? നമുക്ക് ശ്രദ്ധിക്കാം പെട്ടെന്ന്. ഒന്ന്, ക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടവനായി ഞാൻ നിങ്ങളുടെ മുൻപിൽ എന്ത് ചെയ്തു? വരച്ചു കാട്ടി. നിങ്ങളുടെ ബുദ്ധിഹീനതയെ ഒരു കാരണവശാലും ന്യായീകരിക്കാനൊക്കത്തില്ല. ഒരു കാരണവശാലും അത് ക്ഷമിക്കാൻ സാധ്യമല്ല. ഒരു രീതിയിലും താൻ അതിനെ പോളിഷ് ചെയ്യുന്നില്ല. കാരണം ഒന്ന്, നമ്പർ 1, ക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടവനായി വരച്ചു കാട്ടി. എന്താ ഇതിന്റെ അർത്ഥം? പ്രിയമുള്ളവരെ, ഇവർ വേറെ ഒരു സുവിശേഷത്തിലേക്ക് മറിഞ്ഞു എന്നതുകൊണ്ട് ഇവിടെ സംഭവിച്ചേക്കുന്ന ആ പ്രത്യേക വിഷയം എന്തെന്ന് അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. 2:21 വായിച്ചാൽ, ഞാൻ ദൈവത്തിന്റെ കൃപ വൃഥാവാക്കുന്നില്ല, ന്യായപ്രമാണത്താൽ നീതി വരുന്നു എങ്കിൽ ക്രിസ്തു മരിച്ചത്. അപ്പൊ അവരോട് പറയുക, നിങ്ങളിപ്പോൾ ചെയ്തു കൂട്ടുന്ന കാര്യത്തിലൂടെ രക്ഷ പ്രാപിക്കാൻ കഴിയുമെങ്കിൽ പിന്നെ ക്രിസ്തു മരിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. അപ്പൊ ക്രിസ്തു മരിച്ചത് വെറുതെ ആയല്ലോ. ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചത് അതല്ലല്ലോ. ഞാൻ പ്രസംഗിച്ചത് ഒരു സന്ദേശമാ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. ഞാൻ പ്രസംഗിക്കുക മാത്രമല്ല,
ആ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്റെ ജീവിതത്തിൽ ജീവിക്കുന്നെന്ന് ഞാൻ നിങ്ങൾക്ക് തെളിയിച്ചു തരികയും ചെയ്തു. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. അപ്പൊ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നിങ്ങളുടെ കണ്ണിന് മുൻപാകെ വരച്ച് കാട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്തു മയക്കിയതാർ. പ്രിയമുള്ളവരെ, നാം ആരെങ്കിലും തെറ്റിപ്പോയാൽ അതിന് ഉത്തരവാദി ആയിരിക്കുന്നത് നമ്മൾ തന്നെ ആയിരിക്കും എന്ന കാര്യം ഉറപ്പായി മനസ്സിലാക്കിക്കൊള്ളണം. എഫെസോസിലുള്ളതാകുന്ന വിശുദ്ധന്മാരോട്, അവിടെയുള്ളതാകുന്ന മൂപ്പന്മാരെ മിലേത്തോസിൽ വരുത്തി പൗലോസ് അവരുടെ മൂപ്പന്മാരോട് സംസാരിക്കുന്ന സന്ദർഭത്തിൽ അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം എടുത്തു വായിക്കണ്ട. താൻ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാ: ഞാൻ വീടാന്തരമായും വ്യക്തിപരമായിട്ടും ദൈവത്തിന്റെ ആലോചന മുഴുവനും നിങ്ങൾക്ക് അറിയിച്ചു തന്നല്ലോ. ഇനിയും നിങ്ങളിൽ ആരെങ്കിലും തെറ്റിപ്പോയാൽ ഞാൻ കുറ്റക്കാരനല്ല, പിന്നെയോ നിങ്ങൾ തന്നെ ആയിരിക്കും കുറ്റക്കാരൻ. അങ്ങനെയെങ്കിൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ സുവിശേഷം എന്ന അടിസ്ഥാന വസ്തുത വിട്ട് വേറെ സുവിശേഷത്തിലേക്ക് ആരെങ്കിലും പോയാൽ അവരെ വേദപുസ്തകം വിളിക്കുന്ന പേര് ഹേ ബുദ്ധിയില്ലാത്ത പെന്തക്കോസ്തുകാരെ. നമ്മുടെ നാട്ടില് സമുദായക്കാരുടെ രാവിലെയുള്ള അവരുടെ പരസ്യാരാധന കഴിയുമ്പോൾ പള്ളി പിരിഞ്ഞ് വരുന്നവരെ എല്ലാം ചേർത്ത് ഒത്തിരി മീറ്റിംഗ്, ഒത്തിരി വിരുന്നുകാരുണ്ട് നാട്ടിൽ. അവരുടെ പ്രധാനപ്പെട്ട വിഷയം, അതിന്റെ പ്രധാനപ്പെട്ട ഒരാൾ പറയുന്നത് ഞാൻ കേട്ടു: ക്രൂശിക്കപ്പെട്ട ക്രിസ്തു പരാജയമാ, അവനിലല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്. പിന്നെ നമ്മൾ വിശ്വസിക്കേണ്ടത് ക്രൂശിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ്. ആദ്യം കേട്ടാൽ വലിയ തെറ്റില്ലെന്ന് നമുക്ക് തോന്നും. കാരണം തിമോഥെയോസിന്റെ ലേഖനത്തിലുണ്ടല്ലോ, ദാവീദിന്റെ സന്തതിയായി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവീൻ, അതാകുന്നല്ലോ എന്റെ സുവിശേഷം. അപ്പൊ അതാണത് എന്നൊരു ചിന്ത ആദ്യം നമുക്ക് തോന്നും. എന്നാൽ അദ്ദേഹം പറയുന്ന അതല്ല. ക്രൂശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പരാജയമാ, അദ്ദേഹത്തിന്റെ വാക്കുകളാ. എന്റെ അതിശയം, ഇത് യാക്കോബക്കാരോ കത്തോലിക്കരോ ഒക്കെ പോകുന്നതിൽ എനിക്ക് അതിശയമില്ല. പക്ഷെങ്കിൽ സോക്കോൾഡ് പെന്തക്കോസ്തുകാർ ഇപ്പൊ അതിനകത്ത് പോകുന്നുണ്ടെന്നാ കേട്ടത്. പ്രിയരെ, അവരെ ദൈവത്തിന്റെ വചനം വിളിക്കുന്ന പേര് ബുദ്ധികെട്ടവർ. കാരണം യേശുവിനെ ക്രൂശിക്കപ്പെട്ടവനായി, ആ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു യഹൂദന്മാർക്ക് ഇടർച്ചയാണ്, യവനന്മാർക്ക് അത് ഭോഷത്വമാണ്. എങ്കിലും ഞങ്ങളോ രക്ഷിക്കപ്പെടുന്ന ഏവർക്കും ദൈവശക്തിയായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു അവന്റെ നമ്മുടെ സകല പാപത്തിനും പരിഹാരം വരുത്തി നമ്മെ നീതീകരിപ്പാനായിട്ട് അവിടുത്തെ രക്തം നമുക്ക് പ്രായശ്ചിത്തമായി ചിന്തിയ ഇടമാണ് ക്രൂശ്. ആ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ വരച്ചു കാട്ടിയിട്ടും പ്രവൃത്തി കൊണ്ട് രക്ഷിക്കപ്പെടാം ക്രിസ്തുവിന്റെ ക്രൂശ് വെറുതെയാക്കി കളയുന്ന ഈ ഗലാത്യരെ ദൈവത്തിന്റെ ആത്മാവ് വിളിക്കുന്നത് ഹേ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ. 2, പൗലോസ് ചോദിക്കുന്ന കാര്യം, നിങ്ങൾ എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത്? പൗലോസ് ചോദിക്കുക, 1, നിങ്ങളെ ബുദ്ധിയില്ലാത്തവരെന്ന് ഞാൻ വിളിക്കുന്നതിന്റെ കാരണം ക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടവനായി വരച്ചു കാട്ടി.
അത് കണ്ടിട്ട് നിങ്ങൾ ഇതിന്റെ പുറകെ പോകുകയാണെങ്കിൽ അവരെ വിളിക്കുന്നത് ബുദ്ധിയില്ലാത്തവർ. രണ്ടാമത്തെ കാരണം, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി ചെയ്താണോ പ്രാപിച്ചത്, അതോ കൃപയാൽ തന്റെ ആത്മാവിനെ അയോഗ്യതയുള്ള എന്റെ ഹൃദയത്തിൽ പകരുവാൻ ദൈവത്തിന് കരുണ തോന്നുകയാണോ ചെയ്തത്, അതോ ഞാൻ നേടിയെടുക്കുകയായിരുന്നു? 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, അബ്ബാ പിതാവേ, 4:6, ഗലാത്യർ 4:6. നോക്കുക, നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ഹൃദയങ്ങളിൽ പകർന്നു. ന്യായപ്രമാണത്ത് കാലത്ത് ജീവിച്ചിരുന്ന ആർക്കും ഈ ഭാഗ്യമില്ലായിരുന്നു. അവരിൽ ചിലരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു, ചില കാലം നിന്നു, ശുശ്രൂഷ കഴിഞ്ഞപ്പം പോയി. ന്യായപ്രമാണത്താൽ അത്രേ സംഭവിച്ചുള്ളൂ. എന്നാൽ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അന്ത്യമായി കടന്നു വന്ന് ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിച്ച് ക്രൂശിൽ യാഗമായി തീർന്നപ്പോൾ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ ഉറവ് ഒഴുകുമെന്ന് പറഞ്ഞ വാഗ്ദത്തം ക്രിസ്തു മഹത്വപ്പെട്ടത് കൊണ്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നു. രണ്ടാമത്തെ കാരണം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയത്തിൽ തന്നിട്ടും വചനത്തിനൊക്കാത്തതിന്റെ പുറകെ പോകുന്നവരെ വിളിക്കുന്ന പേരാണ് ബുദ്ധികെട്ടവർ. സമയമില്ലാത്തതുകൊണ്ട് മുൻപോട്ട് പോകട്ടെ. 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഇത്രയുമൊക്കെ നിങ്ങൾ വെറുതെ അനുഭവിച്ചുവോ? ഇംഗ്ലീഷിൽ എങ്ങനെയാ മക്കളെ? ഒന്ന് വായിച്ചേ, അത് കുറച്ചുകൂടെ വ്യക്തതയുണ്ട് ആ വാക്യത്തിന്. Have you suffered so much for nothing? മലയാളത്തിൽ ഇത്രയും നിങ്ങൾ വെറുതെ അനുഭവിച്ചുവോ? എന്താ അനുഭവിച്ചതെന്ന് അവിടെ എഴുതിയിട്ടില്ല. ഇംഗ്ലീഷിൽ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. Have you suffered so much for nothing? നിങ്ങൾ ഇത്രയും കഷ്ടം അനുഭവിച്ചത് വെറുതെയാണോ? എന്തുകൊണ്ടാണ് ഇവർ ബുദ്ധിയില്ലാത്തവരായെന്ന് പൗലോസ് പറയുന്നു? ഒന്നാമത്തെ കാരണം, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. രണ്ടാമത്തെ കാരണം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഹൃദയത്തിൽ തന്നു. മൂന്നാമത്തെ കാരണം, നിങ്ങൾ അനുഭവിച്ച കഷ്ടങ്ങളൊന്നോർത്തേ. ഗലാത്യയിലുള്ള വിശുദ്ധന്മാർ അനുഭവിച്ച കഷ്ടങ്ങളെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അതിന്റെ സൂചനകൾ അപ്പോസ്തല പ്രവൃത്തിയിൽ ലഭിക്കുന്നുണ്ട്. വിശേഷിച്ച് അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 14-ാമത്തെ അധ്യായം 8 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ, പൗലോസ് ലീഹ 14-ാമത്തെ അധ്യായം 19 മുതലുള്ള വാക്യങ്ങൾ ഇത് നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ പൗലോസ് അനുഭവിച്ച കഷ്ടങ്ങളെ കുറിച്ച് ആകട്ടെ, അതിന്റെ ഇടയ്ക്കൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഓർക്കുന്നില്ല എങ്കിൽ അന്ത്യോക്യ, ഐക്കോന്യ, ലുസ്ത്ര, ദർബെ എന്ന ഈ 4 സ്ഥലങ്ങളെയാണ് ഗലാത്യ സഭകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്ന ആ കഷ്ടത, പൗലോസ് അനുഭവിച്ച കഷ്ടത, അവനെ മരിച്ചവനായിട്ടേച്ചു പോയി. എല്ലാരും ശിഷ്യന്മാര് കൂടെ ചുറ്റി നിൽക്കെ എഴുന്നേറ്റു പട്ടണത്തിലേക്ക് ചെന്നു. പിറ്റേന്നാൾ ദർബയ്ക്ക് പോയി. അവിടെ ചെന്ന് ഒരു പുതിയ പ്രസംഗമായിരുന്നു അന്നത്തെ പ്രസംഗ വിഷയം. നാം അനേക കഷ്ടങ്ങളിൽ കൂടെ സ്വർഗരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. പൗലോസ് ചോദിക്കുക, നിങ്ങൾ ഇത്ര ബുദ്ധിഹീനരായോ? ആദ്യം നിങ്ങൾ അനുഭവിച്ച കഷ്ടങ്ങൾ എന്ത്? നിങ്ങൾ എന്തിനു വേണ്ടിയാ വില കൊടുത്തത്? മനസ്സിലാക്കണേ. നമ്മൾ പറയാറുണ്ടല്ലോ, നാട് വിട്ടു, വീട് വിട്ടു, നാമധേയ കൂട്ടം വിട്ടു. സത്യത്തിനു വേണ്ടി സ്വന്തക്കാരെയും ബന്ധുമിത്രാദികളെയും മാതാപിതാക്കളെയും വിട്ടിട്ട് ആ വില കൊടുക്കാൻ നമ്മൾ തയ്യാറായെങ്കിൽ ഇപ്പോഴും സത്യത്തിന് വേണ്ടി നിൽക്കണം, ഇപ്പോഴും വേർപാടിന് വേണ്ടി നിൽക്കണം, ഇപ്പോഴും വിശുദ്ധിക്ക് വേണ്ടി നിൽക്കണം. പുറമേയും അകമേയും
നമ്മെ പഴയ കെട്ടുപാടുകളിലേക്ക് കൊണ്ടുപോകുന്ന ഒത്തിരി കാര്യങ്ങൾ പിശാച് വളരെ തന്ത്രപൂർവം നമ്മുടെ ഇടയിലേക്ക് ഇപ്പൊ കൊണ്ടുവരുന്നുണ്ട്. ക്രമേണയാണത്. പല പല കാര്യങ്ങൾ. അത് തെറ്റുണ്ടോ, ഇത് തെറ്റുണ്ടോ, ഇത് ചെയ്താൽ തെറ്റാണോ, അത് കണ്ടാൽ തെറ്റാണോ, നമ്മുടെ ഇടയിൽ തന്നെ ഇല്ലേ, അത് നല്ലതല്ലേ, ഇത് അങ്ങനെയല്ലേ, എന്തെല്ലാം ന്യായീകരണങ്ങളാ. മനസ്സിലാക്കണം, എന്തിനു വേണ്ടിയിട്ടാ വില കൊടുത്ത് മാറി വന്നത്, സ്വന്തക്കാരെ ഉപേക്ഷിച്ചു വന്നത്. അങ്ങനെ വന്ന് വില കൊടുത്ത് അന്ന് അനുഭവിച്ചേച്ച് ഇനിയും നാം മടങ്ങിപ്പോകുകയാണെങ്കിൽ നമുക്ക് അയ്യോ കഷ്ടം. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പം പലതും വിട്ടേച്ചാ വന്നത് അല്ലേ? വിട്ടേച്ചു വന്നപ്പോ വസ്തുവകകളും സമ്പത്തും ഒക്കെ ഉപേക്ഷിച്ചേച്ചാ വന്നത് പലരും. എന്നാൽ ഇന്ന് ആ സമ്പത്ത് തിരിച്ചു പിടിക്കാനുള്ള ഒരു മാർഗമാണിതെന്ന് കരുതുന്നെങ്കിൽ തെറ്റി. നമ്മൾ പിന്മാറിപ്പോയി. അതല്ല നമ്മുടെ വിഷയം. നമ്മൾ എന്തിനു വേണ്ടിയാ വിട്ടതെന്നോർക്ക്. ഇതെല്ലാം നാം വെറുതെ അനുഭവിച്ചുവോ? നിങ്ങൾ കഷ്ടം വെറുതെ അനുഭവിച്ചുവോ? ബുദ്ധിയില്ലാത്ത ഗലാത്യരെ. നാലാമത്തെ കാരണം, അതിന്റെ 5-ാം വാക്യത്തിൽ അവിടെ പറയുന്ന കാര്യം, അത്യത്ഭുതകരമാകുന്ന കാര്യങ്ങൾ ദൈവം ചെയ്തു. എന്താണ്? എന്നാൽ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവർത്തികളെ ചെയ്യുന്നവൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗത്താലോ അങ്ങനെ ചെയ്യുന്നത്. നാലാമത്തെ കാരണം, ഇവരെ ബുദ്ധിഹീനരെന്ന് വിളിക്കുന്നത്, ദൈവം അത്യത്ഭുതകരമായി ചെയ്ത പ്രവർത്തനങ്ങൾ നമ്മുടെ പ്രയത്നം കൊണ്ടും നമ്മുടെ നന്മ കൊണ്ടും നമ്മുടെ നല്ല നടപ്പ് കൊണ്ടും ഒന്നും അല്ല ചെയ്തത്. ദൈവത്തിന്റെ കൃപയാൽ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലേ ദൈവം ചെയ്തത്. അങ്ങനെയെങ്കിൽ പിന്നീട് മടങ്ങിപ്പോകുന്നത് എന്തിന്? പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. ന്യായപ്രമാണം ആവശ്യപ്പെടുന്നത് ഇത് ചെയ്യാൻ ആവശ്യപ്പെടും. എന്നാൽ സുവിശേഷം പറയുന്നു, കർത്താവ് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞു. ന്യായപ്രമാണം പറയും മനുഷ്യന്റെ പ്രയത്നം അതാവശ്യപ്പെടുന്നു. എന്നാൽ സുവിശേഷം പറയുന്നു, സുവിശേഷം ഒരു വാഗ്ദാനം തരുന്നു. എന്നിട്ട് പറഞ്ഞു, ഒന്നും ചെയ്യണ്ട, അതേലങ്ങ് പിടിച്ചോ, അതങ്ങ് വിശ്വസിച്ചോ, ബാക്കി ചെയ്യാൻ ദൈവം വിശ്വസ്തന എന്ന് പറഞ്ഞാൽ, പ്രിയരെ, നാം ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ട് സമാപിക്കുന്നുവോ എന്നതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ആദ്യം തുടങ്ങിയത് ദൈവത്തിൽ ആശ്രയിച്ചാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ പ്രയത്നങ്ങളാലാണോ കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്? ആദ്യകാലത്തുണ്ടായിരുന്ന ആ നിർമ്മലമാകുന്ന ഭക്തി നമുക്കുണ്ടോ? ആദ്യകാലത്ത് ഒരു കുഞ്ഞ് എപ്രകാരം തന്റെ പിതാവിനെ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുമോ, ആ ചൈൽഡ് ലൈക്ക് ഫെയ്ത്ത് നമുക്ക് കർത്താവിലുണ്ടോ? ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഇന്നത്തെ പകൽ സമയം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ചുവെങ്കിൽ ഒരു നിമിഷം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ നോക്കുമ്പോൾ നാം ബുദ്ധികെട്ട ഗലാത്യരെ പോലെയാണോ? അതോ സ്തോത്രം, ഹല്ലേലൂയ, അവര് ഒരിക്കൽ ആത്മാവ് കൊണ്ട് തുടങ്ങി, അവർ ദൈവകൃപയിൽ ആശ്രയിച്ച് തുടങ്ങി. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പം മനുഷ്യന്റെ പ്രയത്നങ്ങളിൽ തുടരാം എന്ന് കരുതിയതുപോലെയാണോ? ഇന്നത്തെ പകൽ സമയം നമുക്ക് വാസ്തവമായിട്ട് കർത്താവിനെ വ്യക്തമായിട്ട് ഹൃദയംഗമായി ആശ്രയിപ്പാനും ചാരുവാനും ദൈവം ചെയ്യുവാനുള്ള സകലവും ദൈവം ചെയ്യുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മളെ എറിഞ്ഞു കൊടുക്കുവാൻ നമുക്ക് കഴിയുമോ? കർത്താവിന്റെ ഹിതം ചെയ്യുവാനായി നമ്മെ ഏൽപ്പിക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. ജഡം കൊണ്ട് സമാപിപ്പാൻ ഇടയാകരുത്. ദൈവകൃപയിൽ തുടങ്ങി ദൈവകൃപയിൽ തുടർന്ന് ദൈവകൃപയിൽ പരിസമാപ്തി കുറിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. അല്ലാതെ നമ്മുടെ എഫേർട്ട് കൊണ്ട് ചെയ്തു തീർക്കാൻ കഴിയുന്ന ഒന്നല്ല. ദൈവത്തിലുള്ള ആശ്രയത്താൽ മാത്രമേ നമുക്ക് നിലനിൽക്കാൻ കഴിയത്തുള്ളൂ. ആകയാൽ ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്മാവിൽ തുടങ്ങിയെങ്കിൽ ആത്മാവിൽ തന്നെ തുടർന്ന് ആത്മാവിൽ തന്നെ നമുക്ക് തീരാം. അതിനായിട്ട് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. സഹോദരൻ